ഇന്ന് രാവിലെ ഒരു ചാനലിൻ്റെ ഒരു റീല് കാണാനിടയായി. അതിവൈകാരികമായ ഒരു റീലായിരുന്നു അത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, എം ലിജു എന്ന KPCCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി, മാന്യനാണ്. ടെലിവിഷൻ ചർച്ചയിലൊക്കെ അങ്ങേയറ്റം ഡീസൻസ് കാണിക്കുന്ന ഒരു പാനലിസ്റ്റാണ്. എതിരാളിയെ വെട്ടുക, കൊല്ലുക, കിടത്തുക, കുത്തുക, കീറുക, ചെറ്റ, പരമചിറ്റ, പരനാറി ഒന്നുമില്ല. വളരെ മാന്യനാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മാന്യതയുടെ മുഖമാണ്. അദ്ദേഹം അതിവൈകാരികമായി പറയുന്നുണ്ട്, ഞാൻ 3 പ്രാവശ്യം തോറ്റു, എനിക്ക് ഇപ്രാവശ്യം ഒരവസരം തരണം. അത് ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കായംകുളം മണ്ഡലം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കായംകുളം മണ്ഡലത്തിൽ 2 പ്രാവശ്യമായിട്ട് പ്രതിഭ ഹരിയാണ് ഇപ്പോൾ CPMൻ്റെ MLA. ഇതിന് തൊട്ട് മുമ്പ് CK സദാശിവനായിരുന്നു MLA, അതും CPMൻ്റെ ആയിരുന്നു. എന്നാൽ അതിനു മുമ്പ് MM ഹസൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ MM ഹസൻ അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു UDF മണ്ഡലമാണെന്നോ LDF മണ്ഡലമാണെന്നോ എഴുതി കളയാൻ പറ്റില്ല. ഇനി പിറകിലോട്ട് നോക്കിയാൽ G സുധാകരൻ, ഇന്ന് UDFനോടൊപ്പം നിൽക്കുന്ന G സുധാകരൻ കായംകുളത്ത് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ G സുധാകരൻ ഇന്നിപ്പോൾ കായംകുളത്ത് ആർക്ക് വോട്ട് ചെയ്യണം, LDFനും UDFനും BJPയും ഉള്ളപ്പോൾ, BJP അല്ല BDJS ആണ്, ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള G സുധാകരൻ ഫാക്ടർ കായംകുളത്ത് വർക്കൗട്ട് ചെയ്യുമോ? അതിനു മുമ്പ് വളരെ രസകരമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. തച്ചടി പ്രഭാകരൻ അവിടെ ജയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ തച്ചടി പ്രഭാകരനാണ്, അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. MR ഗോപാലകൃഷ്ണൻ CPMൻ്റെ അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാറിയും തിരിഞ്ഞും വരുന്നൊരു മണ്ഡലമാണ്. തച്ചടി പ്രഭാകരൻ 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അതുപോലെ T കുഞ്ഞികൃഷ്ണപിള്ള കോൺഗ്രസിൻ്റെ ജയിച്ചിട്ടുണ്ട്. PK കുഞ്ഞ് SSPയുടെ PK കുഞ്ഞ് ജയിച്ചിട്ടുണ്ട്. ഐഷാബായി CPI. അപ്പോൾ CPI, SSP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തച്ചടി പ്രഭാകരൻ, അത് 2 പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് A ആയിരുന്നു അദ്ദേഹം. CPM, ഇങ്ങനെ മാറി തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ കായംകുളം മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ആ കായംകുളം മണ്ഡലത്തിനെ കുറിച്ച് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒരു കണക്കുണ്ട്. ആ കണക്കെന്ന് പറയുന്നത് കായംകുളം മണ്ഡലം 43% വോട്ട് പിടിച്ചുകൊണ്ട് UDF വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലിജു അടിക്കും. അപ്പോൾ കായംകുളം 41% വോട്ട് പിടിച്ചുകൊണ്ട് 2ാം സ്ഥാനത്ത് പ്രതിഭ ഹരി വരും. 15% വോട്ട് പിടിച്ചുകൊണ്ട് വളരെ താഴെയാണ് BDJSൻ്റെ ആളുകൾ വരും. അപ്പോൾ കായംകുളം മണ്ഡലം ഇപ്രാവശ്യം M ലിജു ജയിക്കും എന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതൊരു കാലത്തിൻ്റെ ഒരു കാൽപ്പനികത എന്നുള്ള കാവ്യനീതി എന്നുള്ള നിലയിൽ 3 പ്രാവശ്യം മത്സരിച്ചിട്ടുള്ള M ലിജു ഇപ്രാവശ്യം ഒരുപക്ഷെ തീർച്ചയായിട്ടും ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യതയുള്ളത്, ലിജു ജയിച്ചാൽ ഒരു പക്ഷേ മന്ത്രി ആയാലും അത്ഭുതമില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് M ലിജു. അതുകൊണ്ട് തന്നെ ലിജു ജയിക്കുകയും അവിടെ നിന്ന് മത്സരിച്ച് വരികയും ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അത് ആലപ്പുഴ ജില്ലയിലാണ് ഈ മണ്ഡലമുള്ളത്, കായംകുളമുള്ളത്. അമ്പലപ്പുഴയും ആലപ്പുഴയും കായംകുളവും മാരാരിക്കുളവും ഒക്കെ അടങ്ങുന്ന ആലപ്പുഴ ജില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ മുൻതൂക്കമുള്ള ജില്ലയാണ്. അവിടെ കായംകുളം മുനിസിപ്പാലിറ്റിയുണ്ട്, ദേവികുളങ്ങര പഞ്ചായത്തുണ്ട്, കണ്ടല്ലൂർ പഞ്ചായത്തുണ്ട്, കൃഷ്ണപുരം, പത്തിയൂർ, ഭരണിക്കാവ്, ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഇതെല്ലാം കാർത്തികപ്പള്ളി താലൂക്കിലാണുള്ളത്. അവിടെ നിന്ന് വന്നിട്ടുള്ള നിയമസഭാ അംഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നേരത്തെ വന്ന ആളുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അവിടെ വളരെ കൃത്യമായി ലിജുവിന് അനുകൂലമായ ഒരു മണ്ഡലമായി കായംകുളം രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ അത് കുത്തകയല്ല എന്നുള്ളതാണ്, ആരുടെയും കുത്തകയല്ല എന്നുള്ളതാണ്. മാറിയും തിരിഞ്ഞും കോൺഗ്രസും CPMും അതുപോലെ തന്നെ SSPയും അങ്ങനെ പല പാർട്ടികൾ, CPIയും അടക്കമുള്ള പല പാർട്ടികൾ പല കാലഘട്ടത്തിൽ ജയിച്ചിട്ടുണ്ട്. വളരെ പ്രമുഖരായിട്ടുള്ള തച്ചടി പ്രഭാകരനും MM ഹസനുമൊക്കെ അവിടെ നിന്ന് ജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനും പറയാനും പറ്റും, കായംകുളം ഇപ്രാവശ്യം UDF അടിക്കും. UDF അടിക്കുമെന്ന് പറയാൻ കാരണം, UDF 80 സീറ്റ് 80-85 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ
ഈ കായംകുളം പോലുള്ള സീറ്റുകൾ പിടിക്കാതിരുന്നാൽ പിന്നെ എവിടെയാണ് സീറ്റ് കിട്ടുന്നത് അവർക്ക്? അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും പ്രതിഭാ ഹരിക്ക് പഴയകാല പ്രതാപം ഇല്ല. പാർട്ടിക്കകത്തുനിന്ന് തന്നെ ശക്തമായ എതിർപ്പുകളുണ്ട്. അരിത ബാബുവിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ വരാത്തതിൻ്റെ ഗ്രൂപ്പ് കളിയൊന്നും നടക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ലിജു അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ലിജു ജയിച്ചു വരേണ്ടതൊരു ആവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ഒരാൾ മത്സരിക്കുന്നു. അദ്ദേഹം മത്സരിച്ച് തോക്കുമ്പോൾ എനിക്ക് ഒരു ചാൻസ്, വികസനത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു ചാൻസ് തരൂ എന്നൊരു KPCCയുടെ പ്രധാനപ്പെട്ട ഭാരവാഹി പറയുമ്പോൾ അത് ജനം കേൾക്കാതിരിക്കില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർവേ റിപ്പോർട്ടുകളുടെ കൂടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്നിലധികം റിപ്പോർട്ടുകൾ കണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്ന പേര് ലിജുവിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കായംകുളം മണ്ഡലം ഇപ്രാവശ്യം ലിജു കൊണ്ടുപോകാനാണ് സാധ്യത. 43% വോട്ട് ലിജു പിടിക്കുമെന്നും തൊട്ടു താഴെ കൂടെ തന്നെ 42.1% വോട്ട് പ്രതിഭാ ഹരി പിടിക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം അത് 42% ആക്കാൻ പറ്റിയാൽ രണ്ടുപേരും തുല്യം വരും. എന്തായാലും വളരെ ചെറിയ വോട്ടിനെങ്കിലും ലിജു 2000, 3000, 5000 താഴെ വോട്ടിനെങ്കിലും ലിജു ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കടലിളമ്പം പോലെ, സുനാമി പോലെ UDF മുന്നേറ്റമാണ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വോട്ട് പിടിക്കും.